വടകരയിൽ ഓട്ടോ ഡ്രൈവറെ ബൈക്കിലെത്തിയ സംഘം മർദ്ദിച്ചതായി പരാതി. വലിവളപ്പിൽ വെച്ച ചോറോട് സ്വദേശി സതീശനാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മർദ്ദനമേറ്റത്. പുറങ്കരയിൽ ഓട്ടം പോയി മടങ്ങി വരുന്നതിനിടെ 2 സ്ത്രീകൾ കൈ കാണിച്ചതിനെ തുടർന്ന് വണ്ടി നിർത്തിയിരുന്നു. ഈ സമയം പിന്നാലെ ബൈക്കിലെത്തിയവരാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ സതീശന്റെ തലയ്ക്ക് 9 തുന്നലുണ്ട്, മുഖത്ത് 3 തുന്നലുമുണ്ട്. വടകര CM ആശുപത്രിയിൽ ചികിത്സ തേടി. വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച സാൻഡ് ബാങ്ക്സിൽ ആളെ ഇറക്കിയിട്ട് വടകരയിലേക്ക് വരികയായിരുന്നു. അങ്ങനെ ആടുമുക്കിൽ എത്തുന്നതിൻ്റെ ഒരു തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിൽ നിന്ന് 2 പെണ്ണുങ്ങൾ കൈ കാണിച്ചു. അപ്പോൾ അതിന് വണ്ടി ഒതുക്കി നിർത്തി. അവിടെ നിന്ന് കാവുംപുറത്തേക്ക് പോകുന്ന റോഡുണ്ടായിരുന്നു. ആ റോട്ടിൽ നിന്ന് ചെറുങ്ങനെ കാര്യക്കാളുള്ളൂ. മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു കാറിന് ലോറിക്കടക്കം പോകാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. ഇവരെൻ്റെ ബൈക്കിൽ വന്ന് 2 ആൾക്കാർ. അവർ അവിടുന്ന് രേസോവർത്ത് ഗേറ്റ് മുന്നിൽ വന്നിട്ട് കുറേ ചീത്തയും ഇതെല്ലാം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. ഞാൻ സീറ്റിലിരിക്കുകയായിരുന്നു. സീറ്റിൽ വന്നിട്ട് എന്നെ മുഖത്ത് കുത്തിക്കളഞ്ഞു. അപ്പോൾ കണ്ണടയെല്ലാം പൊട്ടി. അതിന് ശേഷം ഞാൻ അവരെ തള്ളി മാറ്റി പുറത്തിറങ്ങുമ്പോൾ തന്നെ പിന്നെ അടിച്ച് എൻ്റെ തല പൊട്ടിച്ചായിരുന്നു. തലക്ക് 9 തുന്നുണ്ട്. പിന്നെ അതേപോലെ മുഖത്തിന് ഒരു 3 തുന്നുണ്ട്. ഇപ്പം തലവേദനയായിട്ട് ഇങ്ങനെ വിട്ട് കിടക്കുകയാണ്. പരാതി വടകര സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. ഇതുവരെ പ്രതികളെ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അവർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ പ്രതികളെ പിടിക്കാനായിട്ടില്ല. 2 ആൾക്കാർ തലക്ക് അവർ എന്തോ ഇരുമ്പ് കമ്പിയോ എന്തോ കൊണ്ട് അടിച്ചതാണ്. പെട്ടെന്ന് മുഖത്ത് അടി വീണ നേരത്തെ തന്നെ നമ്മളൊരു തരിപ്പ് പോലെ ആയിപ്പോയി. പിന്നൊന്നും തിരിയാത്തൊരു തരത്തിലായി. ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ആൾക്കാർ എല്ലാം ഇതാക്കി കഴിഞ്ഞ് ഇവരെ ഇത്രയും ചോരയെല്ലാം കണ്ടതിൻ്റെ ശേഷം അവിടെ നിന്ന് ആൾക്കാർ പിടിച്ച് ഇവരെ കാറ്റി. പക്ഷേ എന്നെ ഹോസ്പിറ്റലിലാക്കി പോലെ ഞാനങ്ങുള്ളിൽ പോയി അവിടെ നിന്ന് എന്തെല്ലാം പ്രശ്നമാക്കി എന്ന് പറയുന്നത് കേട്ടിക്ക്. ഇവർ എന്നതിൻ്റെ ശേഷം പിന്നെ അവരെ കാണുന്നില്ല. ആൾക്കാർ അവിടെ കുറച്ചാൾ കൂടി വന്നിട്ട് അവർ പറഞ്ഞ് ഇത്രയും ചോരയും കാര്യങ്ങളെല്ലാം റോഡ് കംപ്ലീറ്റ് ചോരയായിരുന്നു, മുണ്ടും കംപ്ലീറ്റ് ചോരയായിരുന്നു. അങ്ങനെ അവർ എന്നെ 2 ആൾക്കാർ വന്നിട്ട് എനിക്ക് തലയിൽ ഇതെല്ലാം കെട്ടിത്തന്ന്. പിന്നെ അപ്പുറം ഒരാൾ പിടിച്ച് എൻ്റെ തലയിട്ട് പോകുക എന്നുള്ള ഒരു ധാരണയിൽ അത്രയും ചോരയായിരുന്നു. അങ്ങനെ അവർ മറ്റേ അടിച്ച കുട്ടികൾ പോയി കളയുന്നതിന് അന്നേരം അവിടെ തടഞ്ഞു നിർത്തി. ഇവരെ കാണിച്ചിട്ട് പോയാൽ മതി, അങ്ങനെ ആക്കി എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ല, ഇവരെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ CM ലെറ്റർ കൊണ്ടുപോയി കാണിക്കുന്നു പറഞ്ഞു. കൂടെ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയാണ് ഞാനിങ്ങനെ ഒരുത്തൻ്റെ തലയടിച്ച് പൊളിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും CM-ലെത്തിക്കോ എന്നുള്ള എന്തോ ഒരു ക്രെഡിറ്റ് പോലെ. ഇങ്ങനെ ഒരു 3-4 ആളെ ഫോൺ വിളിച്ച് പറയാണ്. CM-ലെത്തുന്നവരെ ഒരു 3-4 ആളെ ഫോൺ വിളിച്ചിട്ട് കാണിക്കാനൊന്നും നിൽക്കില്ല. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തിനെ വിളിച്ചിങ്ങനെ എൻ്റെ തല പൊട്ടിക്കണ്ടെങ്കിൽ വേറെ വെച്ചാൽ ഓനെ കാണിക്കുന്നത്. പക്ഷേ ഓനടന്ന് എല്ലാം ഉള്ളിൽ കയറ്റി ഓനടന്നെന്തല്ലോ ആരെല്ലോ കേസായിക്കോട്ടെ ഇങ്ങനെ ഒരു ദമ്പളക്കും പോലെ ഞാനടിച്ചെന്നല്ലെങ്കിൽ നടന്ന് പറയുന്നത് കേൾക്കുന്നത്. ഞാൻ എന്നെ ഡയറക്റ്റായിട്ട് അങ്ങ് ഉള്ളിലേക്ക് കൊണ്ടുപോയി രക്തം വാർന്നൊലിക്കുന്നുണ്ട്.